പോകുന്ന വഴിക്ക് ചെറിയൊരു കാര്യമുണ്ടേ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, പറയാം. ഒന്നുമില്ല. ചേട്ടാ അതാ ഞാൻ കല്യാണം മുടക്കാൻ വേണ്ടി പെണ്ണ് തന്നെ പണം തരുന്നത് ആദ്യമാ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ കാണാരേട്ടാ. എനിക്കറിയാം മക്കളെ. ഓ, അപ്പൊ നീ അവരെ ഏർപ്പാടാക്കിയതല്ലേ? പിന്നല്ലാതെ. എങ്ങനെയുണ്ട് മോളെ ചെറുക്കൻ? കൊള്ളാമോ? കൊള്ളാം. ചെറുക്കന്റെ വീട്ടുകാർക്ക് കൊള്ളാം. അതെന്താ? അതിപ്പോ അങ്ങനെയാ. വിശദമായിട്ട് ഞാൻ ചേച്ചിക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പോട്ടെ. ഇന്നേ ഞങ്ങളുടെ സ്കൂളിൽ സൈക്ലിംഗ് മത്സരം നടക്കുന്ന ദിവസാ. നീ വാ. അപ്പോ ആണല്ലേ നമ്മുടെ സ്കൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കേറ്. പടവലങ്ങായി മുരിങ്ങായി മാത്രമേ ഉള്ളൂ. അല്ല, കുമ്പളങ്ങിയുണ്ട്. വെളി കാണുന്നില്ലല്ലോ. കുമ്പളങ്ങ. നമസ്കാരം. ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിനു മുമ്പ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒളിമ്പ്യൻ മാത്തൻ സാർ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമസ്കാരം. ലോക ജനസംഖ്യയിൽ 2ാമതാണ് നമ്മുടെ രാജ്യം. എന്നാൽ കായിക ഭൂപടത്തിൽ നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത പല ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും പിന്നിലാണ് നമ്മുടെ രാജ്യം എന്നുള്ള ദുഃഖസത്യം നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിൽ നാം കാണിക്കുന്ന അലംഭാവമാണ് ഇതിന് കാരണം. ഇപ്പൊ തന്നെ ഇവിടെ നടന്ന സൈക്ലിംഗ് മത്സരം 1ാം സ്ഥാനത്തെത്തിയ അപ്പു നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. അപ്പു പ്ലീസ് കം. മിടുക്കൻ. അപ്പു 2 വാക്ക് സംസാരിക്കൂ. ഒന്നും എന്റെ കഴിവല്ല, എന്റെ അച്ഛനാണ് എന്റെ ഇൻസ്പിറേഷൻ. ഈ ചാമ്പ്യൻഷിപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും അച്ഛൻ അവകാശപ്പെട്ടതാണ്. അപ്പുവിന്റെ അച്ഛൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്കൊന്ന് വരണം. ഇല്ല, അച്ഛൻ വന്നിട്ടില്ല. ചന്ദ്രന് 100 കൂട്ടം തിരക്കുകളാ സാറേ. തിങ്കളാഴ്ച കൃഷിപ്പണിയാണെങ്കിൽ ചൊവ്വാഴ്ച നാട്ടുവൈദ്യം, ബുധനാഴ്ച തടിമില്ല്, വ്യാഴാഴ്ച ചിട്ടി, വെള്ളിയാഴ്ച ക്ഷേത്ര കമ്മിറ്റി, പിന്നെ ശനി ഞായറും പഞ്ചായത്ത് ഭരണവും. ഇന്ന് തിങ്കളാഴ്ച. അതെ, കൃഷിപ്പണിയായിരിക്കും. നെല്ലുവയിൽ മണ്ണിട്ട് നികത്താനുള്ള സ്ഥലത്തെ പ്രമുഖനും പൊതുകാര്യ പ്രസക്തനുമായ ചന്ദ്രൻ പിള്ളയുടെ തീരുമാനത്തിനെതിരെ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക പ്രതിഷേധ ജാഥയാണ് കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ രഹസ്യമായി ചെയ്യുന്ന കർമ്മം തീയതി നിശ്ചയിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുമാണ് ചന്ദ്രൻ പിള്ള നടത്താൻ തീരുമാനിച്ചത്. തികച്ചും പ്രകോപനപരമായ ചന്ദ്രൻ പിള്ളയുടെ വെല്ലുവിളിക്കെതിരെ കർഷക പ്രതിഷേധം അലയടിക്കുകയാണ്. പോലീസ് സംരക്ഷണമുണ്ടെങ്കിലും എന്ത് സംഭവിക്കാവുന്ന സ്ഥിതിയാണ് സ്ഥലത്ത് സംജാതമായിരിക്കുന്നത്. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. എന്താണ് പ്രശ്നം? എവിടെയാണ് നിന്റെ ചന്ദ്രൻ? ചന്ദ്രേട്ടാ, സമരക്കാരെത്തി. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. അങ്ങോട്ട് പോകണ്ട,
അവരാകെ വയലിലായിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയാ ഈ പാടത്ത് ചോര വീഴും. എന്റെ സാറേ, ചന്ദ്രൻപിള്ള ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം അന്നുമില്ല, ഇന്നുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവൂല. ജയബാല സാറിനെ കൊണ്ടാക്ക്. ചന്ദ്രൻ പിള്ള, ചന്ദ്രൻ പിള്ള, ചന്ദ്രൻ പിള്ള മൂരാച്ചി. നമസ്കാരം. ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ, ചന്ദ്രൻ പിള്ള കയ്യൂരൊക്കെ കേട്ടിട്ടുണ്ട്. കയ്യൂക്കുന്ന് കേട്ടിട്ടുണ്ട്. പുന്നപ്ര വയലാർ. അയ്യോയ്യോയ്യോ, എത്ര വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ. പരിഹസിക്കേണ്ട. ഓ. കൃഷിഭൂമി നികത്താൻ പാടില്ലെന്ന നിയമം. ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? ആളെ പരിഹസിക്കുക? അയ്യോ അല്ല സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്നൊരു പാടമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി. കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാൻ ആളില്ല, വിത്ത് വിതയ്ക്കാൻ ആളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമമൊട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ നീ കൊടി പിടിച്ച് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നികത്തൊന്ന് നോട്ടീസ് അടിച്ചിറക്കിയതോ? അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്. നേരെ ചൊവ്വേ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി ആവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിലനകത്തൊന്ന് നോട്ടീസ് അടിച്ചാൽ നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ള ഞങ്ങൾക്ക് അറിയാം. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷിപ്പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ? എന്ത്? കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത്? നോക്കി നിൽക്കാതെ ജയബാല കൈക്കോട്ടെടുത്ത് കൊടുക്കണേ. നേതാവേ വേണ്ട, വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട. ചാനലുകാരൊക്കെ നോക്കി നിൽക്കുക. ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. അതെ, ഉഴിച്ചിൽ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരം ആകെ ഇളമിച്ചിരിക്കുക. അത് സാരമില്ല സഖാവേ. വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ജയബാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടുക്കട. കൈക്കോട്ടെ കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് ധീരതയോടെ നയിച്ചോളൂ. എല്ലാവർക്കും നന്ദി കേട്ടോ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്താ ക്ഷീണിച്ചോ?